യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമ്മൾ ഇപ്പോ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളിയായ, ഇന്ത്യക്കാരിയായ ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ വധശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബത്തിന്റെ കാല് പിടിച്ചും അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ദയ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമൂഹത്തിൽ നിന്നുള്ള, കേരളീയ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള മലയാളികളായ, ഇന്ത്യക്കാരായ ആളുകളുടെ ഇതിൽ ഉള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വളരെ നിർണായകമായ സ്വാധീനമുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം നമ്മുടെ സമൂഹത്തിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകളൊക്കെ നടക്കുമ്പോൾ അവരുടെ സമൂഹത്തിനകത്തുള്ള ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ. ആ കുടുംബത്തിന്റെ വികാരത്തോടൊപ്പം നിൽക്കുന്നു, ആ ഗോത്രത്തിന്റെ വികാരത്തോടൊപ്പം നിൽക്കുന്നു, ആ രാജ്യത്തിന്റെ വികാരത്തോടൊപ്പം നിൽക്കുന്നു. അവർക്ക് വേദന ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് അംഗീകരിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും, പരിമിതികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ ഭാഗമായി കോടതി വിചാരണ നടത്തി ശിക്ഷിക്കപ്പെട്ട ഒരാളാണത്. അവിടുത്തെ അപ്പീൽ കോടതികൾ നിമിഷയുടെ അപ്പീൽ തള്ളിയിട്ടുണ്ട്. സ്വാഭാവികമായും നിമിഷ കുറ്റക്കാരിയാണ് എന്നാൽ ആ സിസ്റ്റം വിധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിമിഷ കുറ്റക്കാരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ സിസ്റ്റം, ആ രാജ്യത്തെ നിയമ സംവിധാനം പിന്നെ നിമിഷ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇനി ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ട്. ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിമിഷ കുറ്റക്കാരിയല്ല എന്നല്ല പറയുന്നത്. നിമിഷയുടെ ജീവൻ രക്ഷിക്കുക, ആ ഒരു പ്രതിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഇത് മാത്രമാണ്. അല്ലാതെ അവരെ കുറ്റവിമുക്തയാക്കുന്നില്ല. സ്വാഭാവികമായും അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ കുറ്റക്കാരി തന്നെയാണ്. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള, ഈ മരണത്തിൽ നിന്ന്, വധശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം മാത്രമായിട്ടാണ് ബ്ലഡ് മണി എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഓപ്ഷൻ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ലാതെ ആ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും ഒന്നും വികാരങ്ങളെ ചോദ്യം ചെയ്യാനോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പോരാട്ടം ഞങ്ങൾക്ക് വിജയിക്കാനാവുക മാപ്പപേക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ആരെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ടോ ഒരു കയ്യൂക്കിന്റെ ബലത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ജയിക്കാൻ പറ്റാവുന്ന ഒരു യുദ്ധത്തിലല്ല ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണമായും നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റാവുന്ന ഒരു യുദ്ധത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കുടുംബത്തോടും ഗോത്രത്തോടും ആ സമൂഹത്തോടും നിരുപാധികം മാപ്പപേക്ഷിക്കുകയാണ്. ഞങ്ങൾ തുടർച്ചയായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ശരിയ നിയമപ്രകാരമുള്ള ദയാധനം നൽകാൻ തയ്യാറാണെന്നുള്ള ഓഫർ അവരുടെ മുമ്പിൽ വെക്കുകയാണ്. അവരോട് അപേക്ഷിക്കുകയാണ് അത് സ്വീകരിച്ചുകൊണ്ട് നിമിഷയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളത്.